സ്വർണ്ണ വിപണിയെയാണ് ട്രംപിൻ്റെ വരവ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. കാരണം എന്ത്? അമേരിക്കൻ ഡോളർ ശക്തി ക്ഷയിച്ചാൽ ഉടനെ ഈ നീക്കിയിരിപ്പുള്ളവർ, അതായത് സമ്പന്നർ, അതായത് അത് വ്യാപാരികളാകട്ടെ, വ്യവസായികളാകട്ടെ, സമ്പന്നരായ വ്യക്തികളാകട്ടെ, അവരുടെ സമ്പത്ത് ഉടനെ സ്വർണത്തിലേക്ക് മാറ്റും. അതേ സമയത്ത് ഡോളർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവരത് സ്വർണത്തിലേക്ക് അല്ല മാറ്റുക, സ്വർണത്തിൽ നിന്ന് ഡോളറിലേക്ക് മാറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഡോളർ സ്ട്രോങ് ആയാൽ ഡോളറിലേക്ക് മാറ്റും, ഡോളർ സ്ട്രോങ് അല്ലാതെ ആയാൽ ഉടനെ സ്വർണത്തിലേക്ക് മാറ്റും എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സമ്പാദ്യം അതിന് രണ്ട് ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്ന്, അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കണം. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ആയിരിക്കണം നമ്മുടെ സ്വത്ത്. അപ്പം അത് അമേരിക്കൻ ഡോളറിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, അമേരിക്കൻ ഡോളർ നല്ല ആദായകരമാണ്, നല്ല വാല്യൂവിലാണ് നിൽക്കുന്നത് എങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ നല്ലതാണ് അമേരിക്കൻ ഡോളറിൽ നമ്മുടെ സമ്പത്ത് സൂക്ഷിക്കുന്നത്. കാരണം എന്താണ്? ഡോളർ മണിയാണ്, ലോകത്ത് ഏറ്റവും അധികം അംഗീകാരമുള്ള മണിയാണ്. ഏത് രാഷ്ട്രത്തിൽ നിന്ന് എന്ത് വാങ്ങുന്നതിനും എന്ത് വിൽക്കുന്നതിനും ഈ അമേരിക്കൻ ഡോളറിന്റെ മീഡിയത്തിൽ സാധ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ ഡോളറാണ് ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ആഗോള ലിക്വിഡ് കറൻസി അല്ലെങ്കിൽ അസറ്റ്. അതുകൊണ്ട് തന്നെ ആരും അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആണെങ്കിൽ അതിൽ തന്നെ ഇടും. പക്ഷേ ഈ ട്രംപ് വന്നതിന് ശേഷം അമേരിക്കൻ ഡോളർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ നമുക്കറിയാം, ട്രംപിൻ്റെ ഈ താരിഫ് ചർച്ച വന്നപ്പോഴേക്കും തന്നെ സ്വർണത്തിൻ്റെ വില ഒരു കുതിപ്പായിരുന്നു. ട്രംപ് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആഗോള വിപണിയൊക്കെ ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആകും എന്ന് വിചാരിച്ച് സ്വർണത്തിൻ്റെ വില കുറച്ച് താണതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ട്രംപിൻ്റെ ഈ നയമാറ്റം കണ്ടുകൊണ്ട് സ്വർണം പെട്ടെന്ന് കുതിച്ചു ചാടി. എത്രയാണ് ഒരു ഔൺസ് സ്വർണത്തിന്? 2942 ഒരു ഔൺസ് സ്വർണത്തിന് $2,942 ഉയർന്നു ഒരു ഔൺസ് സ്വർണം. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്വർണത്തിന്റെ വില അപ്പോൾ 69, ഒരു പവന് 69,000 രൂപയിലേക്കാണ് ഇന്ത്യയിൽ സ്വർണം ഉയർന്നത്. പക്ഷേ ട്രംപ് കുറച്ച് നീക്കുപോക്കുകൾക്ക് തയ്യാറായി വരുന്നു, കുറച്ച് സ്ഥിരതയിലേക്ക് വരുന്നു. എന്താണ് നീക്കുപോക്കുകൾ? മെക്സിക്കോയോട് പറഞ്ഞു, കുറച്ച് നാൾ, ഒരു 6 മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഞാൻ പറഞ്ഞ താരിഫ് പോളിസി ഇത് ചെയ്യുന്നുള്ളൂ. കാരണം അതിന് അമേരിക്കയിൽ തന്നെ ധാരാളം എതിർപ്പുകൾ ഉണ്ടായി. മെക്സിക്കോയെ പിണക്കി അയച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവരുടെ ചെയ്യേണ്ട ധാരാളം തൊഴിലുകളുണ്ട്. അതൊക്കെ മെക്സിക്കൻസ് ആണ്, ഇല്ലീഗൽ മൈഗ്രൻസ് ആണെങ്കിലും വന്ന് ചെറിയ കൂലിയോടുകൂടിയും എല്ലാ അസൗകര്യങ്ങളും ടോളറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഉപദേശം കൊടുത്തു കാണും ഈ എലൺ മസ്ക് തന്നെ. അദ്ദേഹം എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കാരണവരാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഒരു വീണ്ടും വിചാരം ഉണ്ടായി. അതുപോലെ തന്നെ കാനഡ അതുപോലെ തന്നെ താരിഫ് ചാർത്തി അമേരിക്കയെ വെല്ലുവിളിച്ചു. പിന്നെ ചൈനയാണെങ്കിലും അത്രയൊന്നും ചൈനയെ പിണക്കാൻ ഒക്കില്ല. കാരണം അവർ തമ്മിലുള്ള ട്രേഡ് പാർട്ട്ണർഷിപ്പ് അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയെന്ന് അങ്ങനെയൊക്കെ അയാളുടെ പിടിവാശിയിൽ നിന്നൊക്കെ അയാൾ പതുക്കെ അയയുന്നു എന്ന് വന്നപ്പോഴാണ് ഈ $2,942 പെർ ഔൺസ് ഓഫ് ഗോൾഡ് എന്നുള്ളത് താഴേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കയറ്റിറക്കങ്ങളൊക്കെ കുറച്ച് നാളത്തേക്കും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ട്രംപിന്റെ നയപരിപാടികൾ ആരെയും ഭയപ്പെടുത്തുകയോ ആരെയും എന്താ പറയുക കൂടുതലായിട്ട് ചേർത്ത് നിർത്തുകയോ ചെയ്യാത്ത രീതിയിൽ ഒരു നോർമൽസി, അതായത് ഒരു സാധാരണ രീതിയിലേക്ക് വരുന്നത് വരെ കുറച്ച് ചാഞ്ചാട്ടം സ്വർണത്തിന്റെ വിലയിലും ഡോളറിന്റെ മൂല്യത്തിലും ഇന്ത്യൻ റുപ്പിയുടെ മൂല്യത്തിലും ഒക്കെ ഉണ്ടാകും. പക്ഷെ അത് കഴിഞ്ഞാൽ ഡോളർ സെറ്റിൽ ചെയ്യും. ഡോളർ സെറ്റിൽ ചെയ്യുമ്പോൾ മാന്യമായ രീതിയിൽ ഡോളർ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ ഇമ്പോർട്ടൻസ് കുറയും. അപ്പോൾ സ്വർണത്തിന്റെ വില വീണ്ടും കുറയും. അത് കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ആകുലപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. തീർച്ചയായിട്ടും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഈ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ടിരിക്കുന്നിടത്തോളം കാലം നല്ലത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈഡനേക്കാൾ മികവുറ്റവൻ എന്നൊന്നുമല്ല. ബൈഡൻ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ആഗോള മനുഷ്യത്വമുള്ളവൻ ഒറ്റ പറയാം നമുക്ക്. പക്ഷേ ട്രംപിന് അങ്ങനെയല്ല. അമേരിക്ക ഫസ്റ്റ്, അമേരിക്ക ഗ്രേറ്റ്,
അമേരിക്കൻ ഡോളർ ഫസ്റ്റ് എന്നൊക്കെയുള്ള ഒരു ഡംബുകാരനാണ്. അപ്പോൾ ആ ഡംബുകാരനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ബൈഡനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓടിപ്പടഞ്ഞ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഓടിപ്പടഞ്ഞ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സ്വർണത്തിൻ്റെ വില ഉറപ്പാണ് 69,000-ൽ നിന്ന് താഴേക്ക് വരും. അത് താഴേക്ക് എത്ര വരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ താഴേക്ക് വരും. അങ്ങനെ ആണ് ട്രംപിൻ്റെ നയങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത്. കാരണം ഓയിൽ ഉൽപാദനത്തിൽ അവർ സെൽഫ് സഫിഷ്യൻ്റ് ആകാൻ പോകുന്നു. അങ്ങനെ പല മേഖലകളിലും അവർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തും. ഡോളറിൻ്റെ കരുത്ത് അപ്പോഴൊക്കെ ശക്തിപ്പെടുകയുള്ളൂ, താഴേക്ക് പോവുകയില്ല. അതുകൊണ്ട് തന്നെ സ്വർണം വേണോ ഡോളർ വേണോ എന്ന ചിന്തയിലൂടെ കുറച്ച് നാളത്തേക്കും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമുക്കൊരു ഒരു യഥാർത്ഥ സ്ഥിതി കിട്ടും. അത് കിട്ടിയതിന് ശേഷം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം വലിയ വില കൊടുത്ത് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് വിൽക്കാൻ ചെല്ലുമ്പോൾ 69,000 രൂപ പെർ പവൻ കൊടുത്ത് വാങ്ങിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് വിൽക്കാൻ ചെല്ലുമ്പോൾ 60,000 ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര വലിയ നഷ്ടമായിരിക്കും നമുക്ക് വരിക. അതല്ല 50,000-ലേക്ക് പോയാലോ, അതുമല്ല 40,000-ലേക്ക് പോയാലോ, ഇതൊന്നും നമുക്ക് നോ എന്ന് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ സാധ്യതകളൊക്കെ കിടക്കുന്നത് കൊണ്ട് സ്വർണത്തെക്കാൾ നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഡോളറിനെ. കാരണം ഡോളറിനെ കരുത്ത് ചോരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രതിജ്ഞകളിൽ ഒന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സജഷൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങളുടെ പണം സ്വർണമാകാം, എന്തുമാകാം. ഓക്കെ, താങ്ക് യു.